ഹായ് കൂട്ടുകാരെ, നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഒരടി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പ്ലാവില നമുക്ക് ആവശ്യമാണ്. ഈ അടയുടെ പേര് പൂക്കുറ്റി അട എന്നാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ പൂക്കുറ്റി അതേ ലെവലിലാണ് ഇത് ഉണ്ടാവുക. അതിനുവേണ്ടി നമുക്ക് പ്ലാവില, ഓലയുടെ ഈർക്കിളി, ഞാൻ കുറച്ച് നല്ല പ്ലാവിലയും ഈർക്കിളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പ്ലാവില ഇതുപോലെ കോട്ടിയെടുക്കണം. ഇത് കണ്ടോ, ഇതാണ് പൂക്കുറ്റി രീതിയിലാണ് ഈ ഇല എടുത്തിട്ടുള്ളത്. ഈർക്കിളി ഞാൻ ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഈ ഇല നമ്മൾക്ക് കോട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി ഇതിലേക്ക് നമുക്ക് ഈർക്കിളി തുന്നിക്കൊടുക്കാം. കണ്ടോ, ഈ ഇല ഇതുപോലെ തുന്നിക്കൊടുക്കാം. അതിനാണ് ഞാൻ ഈർക്കിളി എടുത്തിട്ടുള്ളത്. ഓലയുടെ ഈർക്കിളിയാണത്. ഇനി ഗോതമ്പ് പൊടി ആവശ്യമാണ്. തേങ്ങ, പഞ്ചസാര, മിക്സർ, തേങ്ങാപ്പാൽ, ഉപ്പ്, തേങ്ങയും പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. തേങ്ങയും പഞ്ചസാരയും യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ തേങ്ങ പഞ്ചസാരയും നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം, യോജിപ്പിച്ചെടുക്കാം. ഉപ്പും ഗോതമ്പ് പൊടിയും കൂടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കേണ്ട. നമുക്ക് പുട്ടിനെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടെല്ലാം ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ ആ രീതിയിൽ മാത്രം കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് ഉണ്ട കെട്ടിയിട്ട് കുഴക്കണ്ട, അങ്ങനെ പൊടി രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് യോജിപ്പിക്കാം. ഈ പ്ലാവിലയിലേക്ക്, കോട്ടി വെച്ച പ്ലാവിലയിലേക്ക് ആദ്യം പഞ്ചസാരയും തേങ്ങയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് മിക്സർ ഇട്ട് കൊടുക്കാം. ഇനി ഗോതമ്പ് പൊടി, ഞാൻ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്ത്, ഗോതമ്പ് പൊടി, തേങ്ങ, പഞ്ചസാര, മിക്സർ ഇതൊക്കെ ഈ കോട്ടി വെച്ച പ്ലാവിലയിലേക്ക്, തുന്നി വെച്ച പ്ലാവിലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കണം. കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗമാണ് അത്. കണ്ടോ, ഇതുപോലെ ആക്കിയാൽ മതി. ഇനി ആ മുകൾ ഭാഗം ഇളകി പോവാതിരിക്കാൻ നമുക്കൊരു ഈർക്കിളി അതിൽ കൊത്തി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഈർക്കിളിനെ കൊണ്ട് നമുക്കതവിടെ തുന്നിക്കൊടുക്കാം. എന്നാൽ അത് ഇളകി പോവാതെ നല്ല പൂക്കുറ്റി പോലെ നമുക്ക് അട കിട്ടും. കണ്ടോ, ഞാനെല്ലാം ഇതുപോലെ ആക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ അരിപ്പ, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഈ അരിപ്പയിലേക്ക് വെള്ളം കയറുന്നതായിട്ട് അതിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ അരിപ്പ വെച്ചിട്ടുള്ളത്. ഞാൻ കുക്കറിലാണ് ആക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെക്കാത്തവർ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം. കുക്കറിൽ വെച്ച് കൊടുക്കാത്തവർക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഗ്യാസ് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും.
എൻ്റെ അട തയ്യാറായി. ഇതാണ് പൂക്കുറ്റി അട. നല്ല രുചിയാണ്. എന്താ പറയുക, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവർ പിന്നെയും ഉണ്ടാക്കും. കുട്ടികൾക്ക് വൈകുന്നേരത്തെ പലഹാരമായിട്ട് നമുക്ക് കൊടുക്കാം.